യുദ്ധഭൂമിയിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് താൽക്കാലിക വെടിനിർത്തൽ ആഹ്വാനത്തിൽ രണ്ട് രാജ്യങ്ങളും എത്തിയിരിക്കുന്നു. ഗാസയിൽ 6,40,000 കുട്ടികൾക്ക് ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ നൽകണം. ഇതിനായി ഇസ്രയേലിന്റെ സൈന്യവും ഹമാസും ഗാസയിലെ പോരാട്ടത്തിൽ 3 ദിവസത്തെ ഇടവേളയ്ക്ക് സമ്മതിച്ചതായി മുതിർന്ന ലോകാരോഗ്യ സംഘടനാ ഉദ്യോഗസ്ഥൻ വ്യാഴാഴ്ച അറിയിച്ചു. വാക്സിനേഷൻ ക്യാമ്പയിൻ ഞായറാഴ്ച ആരംഭിക്കും. രാവിലെ 6-നും ഉച്ചകഴിഞ്ഞ് 3-നും ഇടയിൽ പ്രാദേശിക സമയം വാക്സിനേഷൻ നടക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പലസ്തീൻ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. പോരാട്ടത്തിൽ തുടർച്ചയായി 3 ദിവസേനയുള്ള ഇടവേളകളോടെ മധ്യ ഗാസയിൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും തുടർന്ന് തെക്കൻ ഗാസയിലേക്ക് നീങ്ങുമെന്നും അവിടെ മറ്റൊരു 3 ദിവസത്തെ ഇടവേള ഉണ്ടാകുമെന്നും തുടർന്ന് വടക്കൻ ഗാസയിൽ തുടരുമെന്നും പറയുന്നു. ആവശ്യമെങ്കിൽ ഓരോ സോണിലും താൽക്കാലികമായി നിർത്തുന്നത് 4-ാമത്തെ ദിവസത്തേക്ക് നീട്ടാൻ ധാരണ ഉണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മതിയായ കവറേജ് നേടുന്നതിന് അധികമായി 1-2 ദിവസം ആവശ്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എമർജൻസി ഡയറക്ടർ മൈക്ക് റയാൻ വ്യാഴാഴ്ച UN സുരക്ഷാ കൗൺസിലിൽ ഗാസയിലെ മാനുഷിക സാഹചര്യത്തെക്കുറിച്ചുള്ള യോഗത്തിൽ അറിയിച്ചതാണ് ഈ വിവരം. ആദ്യ റൗണ്ട് കഴിഞ്ഞ് 4 ആഴ്ചയ്ക്ക് ശേഷം 2ാം ഘട്ട വാക്സിനേഷൻ വേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. പൊട്ടിത്തെറി തടയുന്നതിനും പോളിയോയുടെ അന്താരാഷ്ട്ര വ്യാപനം തടയുന്നതിനും ക്യാമ്പയിന്റെ ഓരോ റൗണ്ടിലും കുറഞ്ഞത് 90% കവറേജെങ്കിലും ആവശ്യമാണ്. ടൈപ്പ് 2 പോളിയോ വൈറസ് ബാധിച്ച് ഒരു കുഞ്ഞിന് പക്ഷാഘാതം സംഭവിച്ചതായി ലോകാരോഗ്യ സംഘടന ഓഗസ്റ്റ് 23-ന് സ്ഥിരീകരിച്ചിരുന്നു. 25 വർഷത്തിനിടെ ഗാസയിൽ ഒരു കേസ് ആദ്യമായാണ്. ഗാസ മുനമ്പിലെ 6,50,000-ത്തിലധികം ഫലസ്തീൻ കുട്ടികളെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ക്യാമ്പയിൻ സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ ബാസം നൈം പറഞ്ഞു. വാക്സിനേഷൻ നൽകുന്ന മെഡിക്കൽ സെന്ററുകളിൽ എത്തിച്ചേരാൻ ജനങ്ങളെ അനുവദിക്കുന്ന പതിവ് മാനുഷിക താൽക്കാലിക വിരാമങ്ങളുടെ ഭാഗമായി ഇസ്രയേലി സൈന്യവുമായി ഏകോപിപ്പിച്ചാണ് വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുക എന്ന് ഇസ്രായേൽ മിലിറ്ററിയുടെ മാനുഷിക യൂണിറ്റ് ബുധനാഴ്ച അറിയിച്ചു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനെ ലോകാരോഗ്യ സംഘടനയുമായും UN കുട്ടികളുടെ ഏജൻസിയായ യുനിസെഫുമായും ഏകോപിപ്പിക്കുന്നതിനുമായി ഇസ്രയേൽ കേന്ദ്രീകൃതവും തീവ്രവുമായ ശ്രമം തുടരുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഒറൈൻ മാർമൂർസ്റ്റീൻ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ ക്യാമ്പയിന്റെ സമയങ്ങളിൽ ഇസ്രയേൽ പ്രവേശനം സുഗമമാക്കുകയും ശാന്തമായ സമയം ഉറപ്പാക്കുകയും സൈനിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്ന് UN-ലെ ഡെപ്യൂട്ടി US അംബാസഡർ റോബർട്ട് വാട്ട് പറയുന്നു. ഈ കാലയളവിൽ കൂടുതൽ കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകൾ ഒഴിവാക്കാൻ ഇസ്രയേലിനോട് US അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഏറ്റവും പുതിയ തുടക്കമിട്ടത് ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുകയും 1200 പേരെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തപ്പോഴാണ്. ഹമാസ് ഭരിക്കുന്ന എൻക്ലേവിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അതിനുശേഷം 40,000 ഫലസ്തീനികളെ കൊന്നൊടുക്കി. പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 2.3 ദശലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ലോക കോടതിയിൽ വംശഹത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.